എവരിവൺ, നമ്മുടെ ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ CGL എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 200 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള നമ്മുടെ 4th ക്ലാസ് ആണ് ഇന്ന് പറയുന്നത്. ഈ ക്ലാസ്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഫാക്റ്റുകളുമാണ് ഈ ഒരു സീരീസിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാട്ടോ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതില് ഏതൊക്കെയാണ് കറക്റ്റ്? ഓൺലി 1 ആണോ, ഓൺലി 2 ആണോ, രണ്ടും കറക്റ്റ് ആണോ, രണ്ടും തെറ്റാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. അതായത് മുൻകാലങ്ങളിൽ 1 ലെയർ ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഈ ക്വസ്റ്റ്യനില് 2 സ്റ്റേറ്റ്മെന്റുകൾ ഒരുമിച്ച് തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ഏതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇങ്ങനെയാണ്. കുത്തബുദ്ദീൻ ഐബക് ഫൗണ്ടഡ് സ്ലേവ് ഡൈനാസ്റ്റി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയുടെ മരണത്തിന് ശേഷം കുത്തബുദ്ദീൻ ഐബക്ക് സ്ലേവ് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നു. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. എന്തുകൊണ്ടാ? അതായത് നമുക്കറിയാം 1191 പക്ഷെ എന്നായി 1191 ഈ 1191 മുഹമ്മദ് ഗോറിയും അതുപോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാനും 1191 മുഹമ്മദ് ഗോറിയും അതുപോലെ തന്നെ ആരാണ്, പൃഥ്വിരാജ് ചൗഹാനും. മുഹമ്മദ് ഗോറിയും അതുപോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാൻ 3. ഈ പൃഥ്വിരാജ് ചൗഹാൻ 3 തന്നെ പഠിച്ചു കേട്ടോ. മുഹമ്മദ് ഗോറിയും അതുപോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാൻ 3. മുഹമ്മദ് ഗോറിയും അതുപോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാൻ 3 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ നടക്കുന്നു. എന്നാണ് 1191. ഏതാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ? ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ ആരൊക്കെ തമ്മിലാണെന്ന് അറിയണം. മുഹമ്മദ് ഗോറിയും അതുപോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാൻ 3 ഈ യുദ്ധത്തില് ആരാണ് വിൻ ചെയ്യുന്നത്? പൃഥ്വിരാജ് ചൗഹാൻ 3 തന്നെയാണ് വിൻ ചെയ്യുന്നത്. എന്നാൽ തൊട്ടടുത്ത വർഷം ഇവര് തമ്മിൽ വീണ്ടും ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധമാണ് 1192 നമ്മുടെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ എന്നറിയപ്പെടുന്നത്. 1192 സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ എന്നറിയപ്പെടുന്നത് ആ യുദ്ധത്തെയാണ്. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈനിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ മുഹമ്മദ് ഗോറിയും അതുപോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാനും തമ്മിലാണ്. ഓക്കെ, മുഹമ്മദ് ഗോറിയും അതുപോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാൻ 3 തമ്മിൽ തന്നെയാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈനും നടക്കുന്നത്. എന്നാൽ ഈ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈനിൽ ആര് വിൻ ചെയ്യുന്നു? മുഹമ്മദ് ഗോറി വിൻ ചെയ്യുന്നു. ആര് പരാജയപ്പെടുന്നു? പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുന്നു. ദ ബാറ്റിൽ ദാറ്റ് ലെഡ് ദി ഫൗണ്ടേഷൻ ഓഫ് മുസ്ലിം റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയില് മുസ്ലിം വംശത്തിന് അടിത്തറ പാകുന്ന യുദ്ധം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ ആണ്. വർഷം എന്നാണ് 1192 സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ വിൻ ചെയ്ത ആരാണ്? മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം ആരെ ഏൽപ്പിക്കുന്നു? കുത്തബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള പ്രദേശങ്ങളിലൂടെ കീഴടക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ അങ്ങനെ പോയ സമയത്ത് അവിടെ വെച്ചുണ്ടായ ഒരു ഫൈറ്റില് ആര് മരണപ്പെടുന്നു? മുഹമ്മദ് ഗോറി മരണപ്പെടുന്നു. ശരിക്കും ഇത് ആർക്ക് ലോട്ടറി ആയി? ഐബക്കിന് ലോട്ടറി ആയി. ഐബക്ക് എന്ത് ചെയ്യുന്നു? പുതിയൊരു ഡൈനാസ്റ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ ഡൈനാസ്റ്റിയുടെ പേരാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. കേട്ടോ, ആ ഡൈനാസ്റ്റിയുടെ പേരാണ് എന്ന് പറയുന്നത് സ്ലേവ് ഡൈനാസ്റ്റി. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കുത്തബുദ്ദീൻ ഐബക് ഫൗണ്ടഡ് സ്ലേവ് ഡൈനാസ്റ്റി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഗോറി. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മുഹമ്മദ് ഗോറിയുടെ മരണത്തിന് ശേഷം സ്ലേവ് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്ന ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. നമുക്കറിയാവുന്ന കാര്യം, ഇങ്ങനെ സ്ലേവ് ഡൈനാസ്റ്റിയുടെ തുടക്കത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം ആരംഭിക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം ആരംഭിക്കുന്നത് 1206 മുതൽ 1526 വരെയുള്ള ടൈം പീരീഡ് ആണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് ഇന്ത്യയിൽ റൂൾ ചെയ്യുന്നത്. ഈ ഡൽഹി സുൽത്താനേറ്റ് റൂൾ ചെയ്ത മെയിൻ ഡൈനാസ്റ്റികൾ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റി, അതുപോലെ തന്നെ ഖിൽജി ഡൈനാസ്റ്റി, അതുപോലെ തന്നെ തുഗ്ലക് ഡൈനാസ്റ്റി, അതുപോലെ തന്നെ ലോധി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, അതുപോലെ തന്നെ സയ്യിദ് ഡൈനാസ്റ്റി, ദെൻ ലാസ്റ്റ് വൺ ലോധി ഡൈനാസ്റ്റി. ഓക്കെ, ഈ 5 ഡൈനാസ്റ്റികളാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റില് 1206 മുതൽ 1526 വരെയുള്ള ടൈം പീരീഡ് റൂൾ ചെയ്തത്. സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി.
ഇതില് നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1206 മുതൽ 1290 വരെയുള്ള ടൈം പീരീഡ്. ആ കാലയളവിൽ തന്നെ നമുക്കറിയാം 1206 സ്ലേവ് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്ന ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഇതില് ഐബക്ക് ശരിക്കും റൂൾ ചെയ്ത ടൈം പീരീഡ് എന്ന് പറയുന്നത് 1206 മുതൽ 1210 വരെയുള്ള കാലയളവാണ്. ഓക്കെ, 1206 മുതൽ 1210 വരെയുള്ള കാലയളവാണ് ആര് റൂൾ ചെയ്യുന്നത്? ഐബക്ക് റൂൾ ചെയ്യുന്നത്. 1210 ആവുമ്പോൾ പോളോ അല്ലെങ്കിൽ ചൗഗാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൗസിന് മുകളിൽ നിന്ന് വീണ് ആര് മരണപ്പെടുകയാണ്? കുത്തബുദ്ദീൻ ഐബക്ക് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ കുത്തബുദ്ദീൻ ഐബക്ക് ഭരിച്ച ഈ കാലയളവിൽ 1206 മുതൽ 1210 വരെയുള്ള കാലയളവിലാണ് നമ്മുടെ കുത്തബ് മിനാർ ബിൽഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കുത്തബ് മിനാറിന്റെ നോർത്ത് ഈസ്റ്റിലായിട്ട് കൂവത്തുൽ ഇസ്ലാം മോസ്ക് ബിൽഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ കുറെ വട്ടം നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാ, ജസ്റ്റ് എന്നാലും ഓർത്തിരുന്നു കേട്ടോ. കൂവത്തുൽ ഇസ്ലാം മോസ്ക് ബിൽഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ രാജസ്ഥാനിലെ അജ്മീറില് അദായ് ദിൻക ജോപ്ര എന്ന് പറയുന്ന മോസ്ക്, രാജസ്ഥാനിലെ അജ്മീറില് അദായ് ദിൻക ജോപ്ര എന്ന് പറയുന്ന മോസ്ക്, ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. ഓക്കെ, ദെൻ വീണ്ടും അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താന്ന് മനസ്സിലായി? കറക്റ്റ് ആണ് നമുക്ക് മനസ്സിലായി ഇല്ലേ? ഫസ്റ്റ് എന്താണ്? കറക്റ്റ് ആണ്. നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം. The Delhi Sultanate began with the rule of Balban, one of the notable rulers of Khilji dynasty. ഡൽഹി സുൽത്താനേറ്റ് തുടങ്ങുന്നത് ബാൽബൻ എന്ന് പറയുന്ന റൂളറിലാണ്. അയാൾ ഖിൽജി ഡൈനാസ്റ്റിയിലെ റൂളർ ആണെന്ന് പറയുന്നു. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് തുടങ്ങുന്നത് കുത്തബുദ്ദീൻ ഐബക്കിലൂടെയാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ബാൽബൻ വരുവോ? തെറ്റാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ ബാൽബൻ എന്ന് പറയുന്ന ആള് ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ ആദ്യത്തെ ഡൈനാസ്റ്റിയായ സ്ലേവ് ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു. നമ്മുടെ എക്സാമിന് ബാൽബന്റെ റൂളിംഗ് പീരീഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതില് പല സ്ഥലങ്ങളിലും വർഷത്തിൽ ചെറിയൊരു വേരിയേഷൻ കാണാം. 1266 മുതൽ 1287 വരെ എന്ന് പഠിക്കാം. ചില സ്ഥലങ്ങളിൽ 1286 വരെ എന്ന് കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 1265 സ്റ്റാർട്ട് ചെയ്തെന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു അപ്രോക്സിമേഷൻ, ആ ഒരു ടൈം പീരീഡ് ആണെന്ന് അറിഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇങ്ങനെ പഠിക്കുക. ബാൽബന്റെ ടൈം പീരീഡ് 1266 മുതൽ 1287 വരെയുള്ള ടൈം പീരീഡ് റൂൾ ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? ബാൽബൻ എന്ന് പറയുന്നത്. സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, ഡൽഹി സുൽത്താനേറ്റിന്റെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെട്ട ആളായിരുന്നു ആരെന്ന് പറയുന്നത്? ബാൽബൻ എന്ന് പറയുന്നത്. ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് പേർഷ്യൻ കസ്റ്റംസ് ആണ് സിജഡയും അതുപോലെ തന്നെ പൈബോസും. സിജഡയും അതുപോലെ തന്നെ പൈബോസും. പൈബോസ് എന്ന് പറഞ്ഞാൽ കിസിംഗ് ദ ഫീറ്റ് ഓഫ് ആൻ എംപറർ, ഒരു രാജാവിന്റെ കാൽപാദം എന്ത് ചെയ്യുക? കിസ് ചെയ്യുക. സിജഡ എന്ന് പറഞ്ഞാൽ നീൽ ഡൗൺ ആൻഡ് ടച്ച് യുവർ ഹെഡ് വിത്ത് ഗ്രൗണ്ട്, മുട്ടുകുത്തി ഇരുന്നതിന് ശേഷം തല എന്ത് ചെയ്യുക? തറയിൽ കൊണ്ട് വന്നിക്കുക. ഇത്തരത്തിലുള്ള രണ്ട് പേർഷ്യൻ കസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ബാൽബൻ ആണ്. ഇത് കൂടാതെ പേർഷ്യൻ ന്യൂ ഇയർ, കേട്ടോ, ഇത് കൂടാതെ പേർഷ്യൻ ന്യൂ ഇയർ അല്ലെങ്കിൽ പാർസി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആയിട്ടുള്ള നൗറോസ്, ഇത് കൂടാതെ പേർഷ്യൻ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പാർസി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആയിട്ടുള്ള നൗറോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ബാൽബനാണ്. ഓക്കെ, പറഞ്ഞത് ഇങ്ങനെ. ബാൽബന്റെ ടൈം പീരീഡ് 1266 മുതൽ 1287 വരെ. സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെട്ട ആളായിരുന്നു ആരെന്ന് പറയുന്നത്? ബാൽബൻ എന്ന് പറയുന്നത്. സിജഡയും അതുപോലെ തന്നെ പൈബോസും രണ്ട് പേർഷ്യൻ കസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നൗറോസ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ബാൽബൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മെയിൻലി ആരെ പറ്റി അറിഞ്ഞിരിക്കുക? ബാൽബനെ പറ്റി അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഡൽഹി സുൽത്താനേറ്റ് തുടങ്ങുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്കിലൂടെ തന്നെയാണ്. അതാണ് കറക്റ്റ്. രണ്ടാമത് ബാൽബൻ ഖിൽജി ഡൈനാസ്റ്റിയിലെ റൂളർ ഒന്നുമല്ല, ബാൽബനും സ്ലേവ് ഡൈനാസ്റ്റിയിലെ റൂളർ തന്നെയാണ്. 1206 മുതൽ 1290 വരെയുള്ള കാലയളവാണ് സ്ലേവ് ഡൈനാസ്റ്റിയുടെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ കോർട്ട് ലാംഗ്വേജ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡൽഹി സുൽത്താനേറ്റിന്റെ ക്യാമ്പ് ലാംഗ്വേജ് എന്താണെന്നും ക്വസ്റ്റ്യൻ വന്നു. ഡൽഹി സുൽത്താനേറ്റിന്റെ കോർട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് പേർഷ്യൻ ആണ് കേട്ടോ. ഡൽഹി സുൽത്താനേറ്റിന്റെ കോർട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് പേർഷ്യനും ഡൽഹി സുൽത്താനേറ്റിന്റെ ക്യാമ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉറുദു ആണ്. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റിന്റെ കോർട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് പേർഷ്യനും ഡൽഹി സുൽത്താനേറ്റിന്റെ ക്യാമ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തുവാണ്? ഉറുദു ആണ്. അപ്പൊ കോർട്ട് ലാംഗ്വേജ് പേർഷ്യൻ,
ക്യാമ്പ് ലാംഗ്വേജ് എന്താണ്? ഉറുദു. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്തോളുക, പ്രോപ്പർലി ഓർത്തിരുന്നോളുക. ഇനി റീസെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് ഈ മുക്തി എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ച എങ്ങനെയാണ്, ദാ ഈ മുക്തി എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. മുക്തി എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? മുക്തി എന്ന് പറയുന്ന ടേം റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ മിലിറ്ററി ക്യാമ്പയിൻസ് ഒക്കെ ലീഡ് ചെയ്യുന്നത് ആരായിരുന്നു? ഈ മുക്തി എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്ത ആളാണ്. ഓക്കെ, മിലിറ്ററി ക്യാമ്പയിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ലീഡ് ചെയ്യുന്നു. ലീഡ് മിലിറ്ററി ക്യാമ്പയിൻസ്. അപ്പോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നോട്ട് ചെയ്തോളുക. മിലിറ്ററി ക്യാമ്പയിൻസ് ഒക്കെ ലീഡ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? മുക്തീസ് ആണ്. അതുപോലെ തന്നെ മിലിറ്ററി ക്യാമ്പയിൻസ് ലീഡ് ചെയ്യുകയും ലോയും ഓർഡറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആര് തന്നെയാണ്? മുക്തിയാണ്. ഓക്കെ, മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. മിലിറ്ററി ക്യാമ്പയിൻസ് ലീഡ് ചെയ്യുകയും ഒപ്പം മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, നിയമങ്ങളും ഓർഡറിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നതും ആരായിരുന്നു? മുക്തിയായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഇവിടുന്ന് കണക്ട് ചെയ്ത് ഓർത്ത് കൊടുക്കുക. ഡൽഹി സുൽത്താനേറ്റിന്റെ കോർട്ട് ലാംഗ്വേജ് പോർഷനും അവരുടെ ക്യാമ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉറുദു ആയിരുന്നു. മുക്തി എന്ന് പറയുന്ന ടേം റീസെന്റ് ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻ ആണ്. മിലിറ്ററി ക്യാമ്പയിൻസ് ലീഡ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർലി എന്ത് ചെയ്യുക, ലോയും ഓർഡറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതായിരുന്നു മുക്തി എന്ന് പറയുന്ന ആളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഓൺലി വൺ മാത്രമേ ഉള്ളൂ കറക്റ്റ് കേട്ടോ, ഓൺലി വൺ മാത്രമേ ഉള്ളൂ കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേയേഴ്സ് ഓഫ് മോണുമെന്റ് ആൻഡ് ഇറ്റ്സ് ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഈസ് കറക്റ്റ്? 4 മോണുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്തിന്റെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഖജുറാവോ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ്, കുത്തബ് മിനാർ ഇൻഡോ ഇസ്ലാമിക്, ഇന്ത്യ ഗേറ്റ് രജപുത് സ്റ്റൈല്, ലോട്ടസ് ടെമ്പിള് മുഗൾ സ്റ്റൈല്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് പ്രോപ്പർലി ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ കുത്തബ് മിനാറിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്, ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈല്. ഇത് ഓൾറെഡി കുറെ തവണ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കുത്തബ് മിനാർ ബിൽറ്റ് ചെയ്യുന്നത് കുത്തബുദ്ദീൻ ഐബക്ക് ആണെന്നും അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷ് ആണെന്നും ടോട്ടൽ 5 സ്റ്റോറീസ് ഉണ്ടെന്നും 5th സ്റ്റോറി ബിൽറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കുത്തബ് മിനാർ റീബിൽഡ് ചെയ്യുന്നത് ഫിറോസ് ഷാ തുഗ്ലക് ആണെന്നും ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യമാണ്. കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ് ആണ് അലൈ ദർവാസ. എന്നാൽ അലൈ ദർവാസ എന്ന് പറയുന്ന എൻട്രി ഗേറ്റ് ബിൽറ്റ് ചെയ്യുന്നത് അലാവുദ്ദീൻ ഖിൽജി ആണെന്നും മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നെയാണ്, പഠിപ്പിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന കാര്യമാണ്. ഓക്കെ, ഈ കുത്തബ് മിനാറിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ആണ് ഏത്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈല്. റീസെന്റ് കുത്തബ് മിനാറോട് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, എങ്കിലും നോട്ട് ചെയ്തോളൂ. കുത്തബ് മിനാറിന് ടോട്ടൽ 5 സ്റ്റോറീസ് ആണെന്നല്ലേ പറഞ്ഞേ, 5 നിലകളാണെന്നല്ലേ പറഞ്ഞേ. അതിന്റെ ബേസിന്റെ ഡയമീറ്റർ എത്രയാണ്? കുത്തബ് മിനാറിന്റെ ബേസിന്റെ ഡയമീറ്റർ എത്രയാണ്? കുത്തബ് മിനാറിന്റെ ബേസ് ഡയമീറ്റർ എത്രയാണ്? കുത്തബ് മിനാറിന്റെ ബേസ് ഡയമീറ്റർ എത്രയാണെന്ന് വെച്ചാൽ അത് 14.32 മീറ്റർ ആണ്. ഓക്കെ, കുത്തബ് മിനാറിന്റെ ബേസ് ഡയമീറ്റർ എത്രയാണെന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എത്രയാണ്? 14.32 മീറ്റർ ആണ്. കുത്തബ് മിനാറിന്റെ ബേസ് ഡയമീറ്റർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 14.32 മീറ്റർ. കുത്തബ് മിനാർ ബിൽറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ റെഡ് സാൻഡ് സ്റ്റോൺ ആണ്. ഓക്കെ, കുത്തബ് മിനാർ മേഡ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ അതിന് ആൻസർ റെഡ് സാൻഡ് സ്റ്റോൺ. കുത്തബ് മിനാറിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈല് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ. കുത്തബ് മിനാർ മേഡ് അപ്പോ റെഡ് സാൻഡ് സ്റ്റോൺ. ദെൻ ബേസിന്റെ ഡയമീറ്റർ ടോട്ടൽ 5 സ്റ്റോറീസ് ആണുള്ളത്. അതിന്റെ ബേസിന്റെ ഡയമീറ്റർ വെച്ച് കഴിഞ്ഞാൽ 14.32 മീറ്റർ. ഓക്കെ, അപ്പൊ അത് ഓക്കെ. ഇനി കണ്ടോ ഖജുറാവോ ടെമ്പിൾ എന്ന് കണ്ടോ? ഖജുറാവോ ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈല് അത് നഗാര സ്റ്റൈൽ ആണ് കേട്ടോ. ഖജുറാവോ ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഏതാണ്? അത് നഗാര സ്റ്റൈല്. എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ വരും, ഈ ഖജുറാവോ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണെന്ന്. മധ്യപ്രദേശിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഖജുറാവോ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചണ്ടേല ഡൈനാസ്റ്റി ആണ് കേട്ടോ. ഏതാണ്? ചണ്ടേല ഡൈനാസ്റ്റി. ഖജുറാവോ ടെമ്പിൾ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മധ്യപ്രദേശിൽ. മധ്യപ്രദേശിലെ ഖജുറാവോ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റിയാണ് ചണ്ടേല ഡൈനാസ്റ്റി. ഈ മധ്യപ്രദേശിലെ ഖജുറാവോ എന്ന് പറയുന്ന പ്ലേസിലുള്ള ഒരു ടെമ്പിൾ ആണ് കന്ദരിയ മഹാദേവ ടെമ്പിൾ എന്ന് പറയുന്നത്. കന്ദരിയ മഹാദേവ ടെമ്പിൾ.
റീസെന്റ് ക്വസ്റ്റ്യൻ വന്നു, ഈ കന്ദരിയ മഹാദേവ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്ന ആളുടെ പേരാണ് വിദ്യാധര. കന്ദരിയ മഹാദേവ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്ന ആളുടെ പേരാണ് വിദ്യാധര. അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രോപ്പർലി ഓർത്തിരുന്നോളുക. അപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെ, ഖജുറാഹോ ടെമ്പിളിന്റെ പാർട്ടായിട്ട് വരുന്ന ടെമ്പിൾ ആണ് കന്ദരിയ മഹാദേവ ടെമ്പിൾ. അത് ബിൽഡ് ചെയ്യുന്ന ആളുടെ പേരെന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ വിദ്യാധര. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ കണ്ടോ, ലോട്ടസ് ടെമ്പിൾ എവിടെയാ ലൊക്കേറ്റ് ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ന്യൂഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിന് എത്ര പെറ്റൽസ് ആണ് ഉള്ളത് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ന്യൂഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിന് ടോട്ടൽ 27 പെറ്റൽസ് ആണുള്ളത്. ഓക്കെ, ന്യൂഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിന് ടോട്ടൽ എത്ര പെറ്റൽസ് ആണുള്ളത്? 27 പെറ്റൽസ് ആണുള്ളത്. ന്യൂഡൽഹിസ് ലോട്ടസ് ടെമ്പിൾ ഡിസൈൻഡ് ആൻ ആർക്കിടെക്ട് ഫ്രം. ന്യൂഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട് ഏത് രാജ്യക്കാരനാണ്? ന്യൂഡൽഹിസ് ലോട്ടസ് ടെമ്പിൾ ഡിസൈൻഡ് ആൻ ആർക്കിടെക്ട് ഫ്രം ഇറാൻ. ഓക്കെ, ന്യൂഡൽഹിസ് ലോട്ടസ് ടെമ്പിൾ ഡിസൈൻഡ് ആൻ ആർക്കിടെക്ട് ഫ്രം ഇറാൻ. ആളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, അല്ല പേര് ചോദിച്ചിട്ടില്ല, പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആളുടെ പേര് ഫരിബോർസ് എന്നാണ്. ഫരിബോർസ്. ന്യൂഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന് ആൻസർ ബഹായി. ഏതാണ്? ബഹായി. അപ്പൊ ലോട്ടസ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിൽ എത്ര പെറ്റൽസ് ആണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 പെറ്റൽസ്. ന്യൂഡൽഹിസ് ലോട്ടസ് ടെമ്പിൾ ഡിസൈൻഡ് ആൻ ആർക്കിടെക്ട് ഫ്രം ഇറാൻ. ആളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ ഫരിബോർസ്. ന്യൂഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? ബഹായി റിലീജിയൻ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തോളുക, ഈ പറഞ്ഞതുമായിട്ട് ഓർത്തോളുക. കുത്തബ് ആർക്കിടെക്ചറൽ സ്റ്റൈൽ അതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. ഏതാണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ആണ്. കുത്തബ് ബേസ് ഡയമീറ്റർ കൊടുക്കുക 14.32 മീറ്റർ ആണ്. കുത്തബ് നേടിയിരിക്കുന്നത് റെഡ് സാൻഡ്സ്റ്റോൺ വെച്ചിട്ടാണെന്ന് അറിയുക. ദെൻ ഖജുറാഹോ ടെമ്പിൾ ആണെങ്കിൽ നഗാര സ്റ്റൈല്. ഖജുറാഹോ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് ചണ്ടേല ഡൈനാസ്റ്റി ആണ്. ഖജുറാഹോ ടെമ്പിളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് കന്ദരിയ മഹാദേവ ടെമ്പിൾ. കന്ദരിയ മഹാദേവ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് വിദ്യാധരയാണ്. ദെൻ വീണ്ടും അറിയുക, ലോട്ടസ് ടെമ്പിൾ ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ ലോട്ടസ് ടെമ്പിളിന് ടോട്ടൽ 27 പെറ്റൽസ് ആണുള്ളത്. ന്യൂഡൽഹിസ് ലോട്ടസ് ടെമ്പിൾ ഡിസൈൻഡ് ആൻ ആർക്കിടെക്ട് ഫ്രം ഇറാൻ. ആളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ ഫരിബോർസ്. ദെൻ ഇത് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന് ആൻസർ ബഹായി. ഓക്കെ, പിന്നീട് ഓർക്കേണ്ടത്, ഡ്യൂറിംഗ് ദ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടാക്സസ് വാസ് ലീവഡ് ബൈ ഓൺ ട്രഷർ ലൂട്ടഡ് ഇൻ വാർ. നമ്മൾ യുദ്ധത്തിലെ കൊള്ളയടിക്കപ്പെട്ട മുതലിന്റെ അതിനു മുകളിൽ ടാക്സ് നൽകുന്നു. ആ ടാക്സ് ഏതാണ്? ട്രഷർ ലൂട്ടഡ് ഇൻ വാർ. യുദ്ധത്തിലെ കൊള്ളയടിക്കപ്പെട്ട മുതലിന് ടാക്സ് നൽകണം. ആ ടോട്ടൽ ഉള്ള മുതലിന്റെ അല്ലെങ്കിൽ ആ ടോട്ടൽ ഉള്ള പ്രോപ്പർട്ടിയുടെ ടോട്ടൽ ഉള്ളതിന്റെ 1/5 ആണ് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ബൂട്ടി ടാക്സ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കുംസ് ആണ്. ഏതാണ്? കുംസ്. വാറിൽ കൊള്ളയടിക്കപ്പെട്ട മുതലിന്റെ ടോട്ടൽ നമ്മൾ എത്ര 1/5 ആണ് നമ്മൾ കൊള്ളയടിച്ചതിന്റെ 1/5 എന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട് അടയ്ക്കണം. അപ്പൊ അതാണ് എന്ന് പറയുന്നത് കുംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ സമയത്ത് നമുക്കറിയാം, ഈ ഒരു സമയത്ത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും നോൺ മുസ്ലിംസിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന ടാക്സ് ആണ് എന്ന് പറയുന്നത് ജസിയ എന്ന് പറയുന്നത്. നോൺ മുസ്ലിംസിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത ടാക്സ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ജസിയ ടാക്സ് എന്ന് പറയുന്നത്. ഈ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന ലാൻഡ് ടാക്സ് ആണ് കരാസ്. ഓക്കെ, അഡൾട്ട് മുസ്ലിംസിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന കളക്ട് ചെയ്തിട്ട് സാധാരണക്കായ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടാക്സ് ആയിരുന്നു ഏത്? സക്കാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വാറിൽ കൊള്ളയടിച്ചതിന്റെ 1/5 ടാക്സ് ആയിട്ട് നൽകുന്നു. ആ ടാക്സ് ആണ് ഏത്? കുംസ് എന്ന് പറയുന്നത്. സക്കാത്ത് എന്ന് പറയുമ്പോൾ അഡൾട്ട് ആയിട്ടുള്ള മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരുന്ന ടാക്സ്. ലാൻഡ് ടാക്സ് ആണ് ഏത്? കരാജ്. ജസിയ എന്ന് പറഞ്ഞാൽ നോൺ മുസ്ലിംസിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന ടാക്സ്. അതാണ് ഏത്? ജസിയ ടാക്സ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവിടുന്ന് പ്രോപ്പർലി ഓർത്തോളുക. ഓക്കെ, അപ്പോ ശരിക്കും നിങ്ങൾക്ക് അറിയാം നമ്മുടെ ദിശ അക്കാദമി ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ്സുകൾ അവിടെ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളുക? കോഴ്സ് പർച്ചേസ് ചെയ്തോളുക. ഏറ്റവും മാറി വന്ന പാറ്റേൺ അനുസരിച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ മാറി വന്ന പാറ്റേൺ അനുസരിച്ച് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക.
റെക്കോർഡ് കാസ്റ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും, ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. ആ ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരുപക്ഷെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സിൽ പഠിപ്പിച്ചതിന്റെ നോട്ടുകൾ PDF ആക്കി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. മോക്ക് എക്സാംസ് അവൈലബിൾ ആയിരിക്കും. പഠിത്തത്തിൽ നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെന്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്തോളുക, നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 8075753676 എന്ന് പറയുന്ന നമ്പറിലോ 7012615062 എന്ന് പറയുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാട്ടോ. Which of the following building material were primarily used in constructing പുരാണക്കില? പുരാണക്കിലയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് ഏത് മെറ്റീരിയൽ ആണ്? ഏതാന്ന് വെച്ചാൽ അതിന് ആൻസർ സാൻഡ് സ്റ്റോണും മാർബിളും ആണ് അല്ലെ. പുരാണക്കില ഇത് ബിൽഡ് ചെയ്യുന്നത് ആരാണ്? ഷേർഷാ സൂര്യയുടെ സമയത്താണ് ബിൽഡ് ചെയ്യുന്നത് അല്ലെ. ആരുടെ സമയത്താണ്? ഷേർഷാ സൂര്യയുടെ സമയത്താണ് ബിൽഡ് ചെയ്യുന്നത്. എന്നാൽ ഇത് ആര് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? ഹുമയൂൺ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഷേർഷാ സൂര്യയുടെ സമയത്ത് ബിൽഡ് ചെയ്യുന്നു. ആരാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? അത് ഹുമയൂൺ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഷേർഷാ സൂര്യയുടെ സമയത്ത് ബിൽഡ് ചെയ്യപ്പെടുന്നു, ഹുമയൂൺ എന്ത് ചെയ്യുന്നു? അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പുരാണ കിലയിൽ തന്നെ ഷേർമണ്ടലിനുള്ളിലെ ലൈബ്രറിയുടെ മുകളിൽ നിന്ന് വീണ്ടാണ് ആര് മരണപ്പെടുന്നത്? ഹുമയൂൺ മരണപ്പെടുന്നത്. ഹുമയൂൺ എന്ന് കേൾക്കുമ്പോഴേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് യുദ്ധങ്ങളാണ് 1539ഉം 1540. 1539ലെ ബാറ്റിൽ ഓഫ് ചൗസയും 1540ലെ ബാറ്റിൽ ഓഫ് കനൗജും കേട്ടോ. 1539ലെ ബാറ്റിൽ ഓഫ് ചൗസയും 1540ലെ ബാറ്റിൽ ഓഫ് കനൗജും. 1539ലെ ബാറ്റിൽ ഓഫ് ചൗസയും 1540ലെ ബാറ്റിൽ ഓഫ് കനൗജും. ഓക്കെ, ഈ രണ്ട് യുദ്ധങ്ങളും ആരൊക്കെ തമ്മിലാ? ഷേർഷാ സൂരിയും അതുപോലെ തന്നെ ഹുമയൂണും കേട്ടോ. രണ്ട് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാ? ഷേർഷാ സൂരിയും അതുപോലെ തന്നെ ഹുമയൂണും തമ്മില് നടന്ന യുദ്ധങ്ങളാണ്. രണ്ടിനും വിൻ ചെയ്യുന്ന ആര് തന്നെയാണ്? ഷേർഷാ സൂരി തന്നെയാണ്. സോ അതിനുശേഷം ഹുമയൂൺ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് നാട് കടത്തപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഷേർഷാ സൂരിക്ക് ശേഷം സൂർ ഡൈനാസ്റ്റി വളരെയധികം ഡിക്ലൈൻ ആവാൻ തുടങ്ങുന്ന ടൈം പീരീഡിൽ വീണ്ടും ആര് തിരിച്ചു വരുന്നുണ്ട്? ഹുമയൂൺ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വന്നു. അധിക നാള് വീണ്ടും ഭരിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? നമ്മുടെ പുരാണ കിലയിലെ ഷേർമണ്ടലിനുള്ളിലെ ലൈബ്രറിയിൽ നിന്ന് വീണിട്ട് ആര് മരണപ്പെട്ടു? ഹുമയൂൺ മരണപ്പെട്ടു. ഓക്കെ, ഇവിടുന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്, എക്സാമിന് റീസെന്റ് ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പേർഷ്യൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ നമ്മുടെ പേർഷ്യൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിന് മെയിൻ പാട്രണേജ് നൽകിയത്, മെയിൻ സംഭാവന നൽകിയ റൂളർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പേർഷ്യൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിന് മെയിൻ പേർഷ്യൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ കേട്ടോ. പേർഷ്യൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിന് മെയിൻ പാട്രണേജ് നൽകിയ, പേർഷ്യൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിന് മെയിൻ പാട്രണേജ് നൽകിയ റൂളർ ആരാണ്? മുഗൾ റൂളർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? അതിന് ആൻസർ ഹുമയൂൺ ആണ്. ഓക്കെ, ഈ ഹുമയൂണിന്റെ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പേരാണ് കേട്ടോ ഹിന്ദു ബെഗ് കേട്ടോ. ഇത് റീസെന്റ് ചോദിച്ചു, 2025 ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ഹുമയൂണിന്റെ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഹിന്ദു ബെഗ്. ഹിന്ദു ബെഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നോക്ക്, നോട്ട് ചെയ്തോ. ഹിന്ദു ബെഗ് ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പ്രൊവിൻഷ്യൽ ഗവർണർ എന്നാണ് കേട്ടോ. ഹിന്ദു ബെഗ് എന്ന് പറഞ്ഞാൽ പ്രൊവിൻഷ്യൽ ഗവർണർ ആണ് കേട്ടോ. ഹിന്ദു ബെഗ് എന്ന് പറയുന്ന ആള് ആരായിരുന്നു? പ്രൊവിൻഷ്യൽ ഗവർണർ ആയിരുന്നു കേട്ടോ. ഈ മുഗൾ ഹുമയൂണിന്റെ ടൈം പീരീഡിലുള്ള പ്രൊവിൻഷ്യൽ ഗവർണർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഹിന്ദു ബെഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ആണല്ലോ. അപ്പൊ ആർട്ടും ലിറ്ററേച്ചറിലും പേർഷ്യൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ മെയിൻ പാട്രണേജ് നൽകുന്നത് ഹുമയൂണിന്റെ ടൈം പീരീഡിലാണ്. അപ്പൊ അവിടെ വീണ്ടും അറിയുക, ഈ ടൈം പീരീഡിലുള്ള ഹിന്ദു ബെഗ് ആരായിരുന്നു? അത് പ്രൊവിൻഷ്യൽ ഗവർണർ ആയിരുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ഇങ്ങനെയാണ്. മോസ്റ്റ് വെദർ ഫിനോമിന occurred in stratosphere. The ozone layer is primarily found in the troposphere. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ഒന്ന് മാത്രമേ കറക്റ്റ് ഉള്ളൂ. എങ്ങനെയാണെന്നുള്ളത് ചെയ്യണം. മോസ്റ്റ് വെദർ ഫിനോമിന
ഒക്വർ ഇൻ സ്ട്രാറ്റോസ്ഫിയർ. തെറ്റാണ്. ഏറ്റവും കൂടുതൽ വെതർ ഫിനോമിന നടക്കുന്ന എവിടെയാണ്? അത് ട്രോപ്പോസ്ഫിയറിലാണ്. എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിൽ. The ozone layer is primarily found in troposphere. തെറ്റാണ്. Ozone layer is mainly found in എവിടെയാണ്? അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. കേട്ടോ, അതെവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ. ഓസോൺ ലെയറിനെ കാണാൻ വരുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലും. ഏറ്റവും കൂടുതൽ വെതർ ഫിനോമിന നടക്കുന്നത് അത് ടോപ്പോസ്ഫിയറിലുമാണ്. സോ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നെയ്തർ വൺ നോർ ടു. മോസ്റ്റ് വെതർ ഫിനോമിന നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഓസോൺ ലെയർ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഓക്കെ. ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇതില് കറക്റ്റ് വർഗീസ് കുര്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് നമ്മൾ ആൻസർ ചെയ്യണം. നമുക്ക് നോക്കാം അല്ലെ. He initiated the white revolution in India's IT sector. He pioneered Operation Flood to transform dairy farming. He invented milk pasteurization method used in Amul. He was the first chairman of the Indian Dairy Association. അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? വർഗീസ് കുര്യൻ. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. കേട്ടോ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരിക. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ, ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. He pioneered Operation Flood 1970. മിൽക്കിന്റെ പ്രൊഡക്ഷൻ മാക്സിമം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഓപ്പറേഷൻ ഫ്ലഡ് ആരാണ് നേതൃത്വം നൽകുന്നത്? വർഗീസ് കുര്യനാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്തോളുക? ഓർത്തോളുക. ഓക്കെ, അടുത്ത് നോക്കേ. The Governor General Council as established by the Regulating Act consists of how many members? അതായത് ഗവർണർ ജനറൽസ് കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറലിന്റെ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എടാ, ഇതിൽ എത്ര മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണ്. 4 മെമ്പേഴ്സ്. മുന്നേ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അതായത് ഓർക്കുക, അതായത് നമ്മുടെ ഗവർണർ ജനറൽ കൗൺസിൽ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത ഗവർണർ ജനറൽ കൗൺസിൽ എത്ര മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് വെച്ചാൽ അതിന് ആൻസർ 4. നമുക്കറിയാം റെഗുലേറ്റിംഗ് ആക്ട് അല്ലെ. ഈ റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നത് എന്നായിരുന്നു? ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1773ലാണ്. എന്താണ്? 1773. ഇന്ത്യയില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആക്ട് ആണ് ഇത്? റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം കൽക്കട്ടയിൽ 1774 സുപ്രീം കോർട്ട് വരുന്നു. ഓക്കെ, കൽക്കട്ടയില 1774 സുപ്രീം കോർട്ട് വരുന്നു. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം അതുവരെ ഗവർണർ ഓഫ് ബംഗാൾ എന്നുണ്ടായിരുന്ന പോസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നു. ഓക്കെ, ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നു. 1773 റെഗുലേറ്റിംഗ് ആക്ടിലൂടെ വന്ന ഈ മാറ്റം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആരാണ്? റോബർട്ട് ക്ലൈവ്. ഫസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആരാണെന്ന് ചോദിക്കും. ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. കേട്ടോ, ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വാറൻ ഹേസ്റ്റിംഗ്സ്. 1773 അവസാനത്തെ ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്ന വാറൻ ഹേസ്റ്റിംഗ്സ് തന്നെയാണ് 1773 റെഗുലേറ്റിംഗ് ആക്ടിന് ശേഷം ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞാൽ റെഗുലേറ്റിംഗ് ആക്ട് വരുന്നതിന് മുന്നേ അവരുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഗവർണർ എന്നായിരുന്നു, ഗവർണർ ഓഫ് ബംഗാൾ. റെഗുലേറ്റിംഗ് ആക്ടിലൂടെ അവരുടെ ടൈറ്റിൽ ഒരു മാറ്റം വരികയാണ്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് മാറുകയാണ്. അപ്പോ അന്നേരം ആ ഒരു ടൈമിൽ അധികാരത്തിലിരുന്ന വാറൻ ഹേസ്റ്റിംഗ്സ് എന്ന് പറയുന്നത് അവസാനത്തെ ഗവർണറും ലാസ്റ്റ് ഗവർണറും അതുപോലെ തന്നെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളുമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ അത്രയും ഫാക്ടുകൾ അവിടെ നിന്ന് ഓർക്കാലോ. പറഞ്ഞത് ഇങ്ങനെ, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയതാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773.
1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 കൽക്കട്ടയില് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതില് പ്രോപ്പർലി ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമുള്ള ഗവർണർ ജനറൽസ് കൗൺസിലില് 4 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോസ്റ്റ് മാറി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നു. ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ റോബർട്ട് ക്ലൈവ്, ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാറൻ ഹേസ്റ്റിങ്സ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? ഇങ്ങനെ ഓർക്കുക, എടാ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ റോബർട്ട് ക്ലൈവ്, ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്തോളുക, ഓർത്തോളുക. അതായത് വാട്ട് മേക്ക് ചാവു എ സിൻക്രറ്റിക് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോം അല്ലെങ്കിൽ ഇന്ത്യൻ ഡാൻസ് ഫോം? അപ്പൊ ചാവു എന്ന് പറയുന്നത് നമുക്കറിയാം ഇല്ലേ, ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി പ്രകാരം നമുക്ക് ടോട്ടൽ ഉള്ളത് 8 ക്ലാസിക്കൽ ഡാൻസും, എന്നാൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരമാണെങ്കിൽ നമുക്കുള്ളത് 9 ക്ലാസിക്കൽ ഡാൻസ് ആണെന്നും അറിയാം. അത്തരത്തിൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരമുള്ള 9th ക്ലാസിക്കൽ ഡാൻസ് ആണ് ഇത് ചാവു എന്ന് പറയുന്നത്. കേട്ടോ, അതായത് സംഗീത നാടക അക്കാദമി പ്രകാരം നമുക്ക് 8 ക്ലാസിക്കൽ ഡാൻസും മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം നമുക്ക് 9 ക്ലാസിക്കൽ ഡാൻസും ഉള്ളത്. ആ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരമുള്ള 9ാമത്തെ ക്ലാസിക്കൽ ഡാൻസ് ആണ് എന്ന് പറയുന്നത് ചാവു ഡാൻസ് എന്ന് പറയുന്നത്. ചാവു മെയിൻലി 3 ടൈപ്സ് ആണ്. ഇതും ഒരുപാട് തവണ ഞാൻ പറഞ്ഞു തന്നെയാണ്, നോട്ട് ചെയ്തോളുക. പുരുലിയ ചാവു, അതുപോലെ സറായ്കല്ല ചാവു, അതുപോലെ മയൂർബഞ്ച് ചാവു. കേട്ടോ, റീസെന്റ് 2025 കണ്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പുരുലിയ ചാവു, മയൂർബഞ്ച് ചാവു, സറായ്കല്ല ചാവു, ഇത് മൂന്ന് സ്റ്റേറ്റിലല്ലേ ചാവു മെയിൻലി സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോ മയൂർബഞ്ച് ചാവു ആണെങ്കിൽ ഒഡീഷ, സറായ്കല്ല ചാവു ആണെങ്കിൽ ജാർഖണ്ഡ്, പുരുലിയ ചാവു ആണെങ്കിലോ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പൊ ചാവു മെയിൻലി 3 ടൈപ്സ്: പുരുലിയ ചാവു, സറായ്കല്ല ചാവു, മയൂർബഞ്ച് ചാവു. അപ്പൊ അതില് മയൂർബഞ്ച് ചാവു ആണെങ്കിൽ എവിടെയാണ്? ഒഡീഷ. സറായ്കല്ല ചാവു ആണെങ്കിൽ എവിടെയാണ്? ജാർഖണ്ഡ്. പുരുലിയ ചാവു ആണെങ്കിൽ എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. അപ്പൊ ചാവു മെയിൻലി 3 ടൈപ്സ്: പുരുലിയ ചാവു, സറായ്കല്ല ചാവു, മയൂർബഞ്ച് ചാവു. ഓക്കെ, ഇനി ഈ ചാവു എന്ന് പറയുന്നത് ഇറ്റ് കമ്പൈൻസ് ട്രൈബൽ, മാർഷ്യൽ ആൻഡ് ക്ലാസിക്കൽ ഇന്ത്യൻ എലമെന്റ്സ്. കറക്റ്റ് ആണ്. ഒഡീഷയിലെ ഫോറസ്റ്റുകളിൽ ഒറിജിൻ ചെയ്ത് പിന്നീട് മാർഷ്യൽ ആർട്ട് എന്ന് പറയുന്ന ടൈറ്റിൽ, ആയോധന കല എന്ന് പറയുന്ന ടൈറ്റിലൂടെ ലഭിക്കുന്ന ഡാൻസ് ഫോം ആണ് ചാവു ഡാൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒഡീഷയിലെ ഫോറസ്റ്റിൽ ഒറിജിൻ ചെയ്ത് പിന്നീട് മാർഷ്യൽ ആർട്ടായിട്ട് മാറുന്ന ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചാവു ഡാൻസ് ആണ്. ശരിക്കും ഈ ചാവു ഡാൻസ് പെർഫോം ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പ് ഏതാണെന്ന് റീസെന്റ് ക്വസ്റ്റ്യൻ വന്നു. അത് മുണ്ട ട്രൈബ് ആണ്. ഓക്കെ, മിത്തോളജിക്കൽ അതുപോലെ ഫോക്ലോർ സ്റ്റോറീസ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത്. മിത്തോളജിക്കൽ ആൻഡ് ഫോക്ലോർ സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത്. ആ ഒരു കാര്യം കൂടി പ്രോപ്പർലി അറിയുക. പറഞ്ഞത് ഇത്ര മാത്രം. ചാവു ഇറ്റ് കമ്പൈൻസ് ട്രൈബൽ, മാർഷ്യൽ ആൻഡ് ക്ലാസിക്കൽ എലമെന്റ്സ്. ഒഡീഷയിലെ ഫോറസ്റ്റിൽ ഒറിജിൻ ചെയ്ത് പിന്നീട് മാർഷ്യൽ ആർട്ടായിട്ട് മാറുന്നതാണ് എന്ന് പറയുന്നത് ചാവു ഡാൻസ് ഫോം എന്ന് പറയുന്നത്. പിന്നീട് അവിടെ ഓർക്കേണ്ടത് ചാവു മെയിൻലി 3 ടൈപ്സ് ആണ്: പുരുലിയ ചാവു, സറായ്കല്ല ചാവു, മയൂർബഞ്ച് ചാവു. സറായ്കല്ല ചാവു ആണെങ്കിൽ ജാർഖണ്ഡ്, പുരുലിയ ചാവു ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, മയൂർബഞ്ച് ചാവു ആണെങ്കിൽ ഒഡീഷ. ഓക്കെ, ദെൻ ഓർത്തോളുക, ഈ മുണ്ട ട്രൈബ് ഏത് ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്? ചാവു ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, എടാ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗൂമർ ഡാൻസ് അല്ലെ. ഈ ഗൂമർ ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്നറിയാം? രാജസ്ഥാൻ. കേട്ടോ, മുന്നേ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഗൂമർ ഡാൻസ് എവിടെയാണെന്ന്. രാജസ്ഥാൻ. ഗൂമർ രാജസ്ഥാനിലാണെന്ന് പഠിക്കുമ്പോ ഓർത്തോളുക, ഗുമുറ എവിടെയാണ് കേട്ടോ? എവിടെയാ? ഒഡീഷയിലാണ്. ഓക്കെ, ഗൂമർ രാജസ്ഥാനിലാണെന്ന് പഠിക്കുമ്പോൾ ഓർത്തോളുക, ഗുമുറ എവിടെയാണ്? ഗുമുറ ഒഡീഷയിൽ. ഗൂമർ രാജസ്ഥാനിലും ഗുമുറ എവിടെയാണ്? ഒഡീഷയിലും. ഗൂമറിനെ ടോപ്പ് ലോക്കൽ ഡാൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്ന എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2013 ഓക്കെ, ഗൂമറിനെ ടോപ്പ് ലോക്കൽ ഡാൻസ് ആയിട്ട് ഗ്ലോബലി ലിസ്റ്റ് ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2013 അപ്പൊ ഗൂമർ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? രാജസ്ഥാൻ. ഗുമുറ എവിടെയാണ്?
ഒഡീഷ. ഗൂമറിനെ ടോപ്പ് ലോക്കൽ ഡാൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2013 ഓക്കെ. ഈ ഗൂമറിന് രാജസ്ഥാനിയിലുള്ള മീനിങ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. രാജസ്ഥാനിയില് ഗൂമർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ടോൾ എന്നാണ് കേട്ടോ. ടോൾ, ചുറ്റുക, ടോൾ. ഓക്കെ, ഗൂമറിന് രാജസ്ഥാനിലുള്ള മീനിങ് എന്താണെന്ന് 2025 പുതിയ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വന്നു. ഗൂമർ ഡാൻസിൽ രാജസ്ഥാനിലുള്ള മീനിങ് ആണ് ടോൾ എന്ന് പറയുന്നത്, അതായത് ചുറ്റുക എന്ന് പറയുന്ന മീനിങ്. ഗൂമർ ഏത് ഗോഡസിന് വേണ്ടി അല്ലെങ്കിൽ ഏത് ഗോഡിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സരസ്വതി ദേവിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗൂമറ ഏത് ഗോഡസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന അതിന് ആൻസർ സരസ്വതി ദേവി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഇവിടെ ഓർക്കുക. ഗൂമർ ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാൻ. ഗൂമർ ഡാൻസ് ഫോമിനെ ടോപ്പ് ലോക്കൽ ഡാൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 ഗൂമർ എന്ന് പറയുന്ന വേർഡിന്റെ രാജസ്ഥാനിലുള്ള മീനിങ് ആണ്, അല്ലെങ്കിൽ രാജസ്ഥാനിയില് ഉള്ള വേർഡിന്റെ മീനിങ് ആണ് ട്വോൾ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഡാൻസ് ഫോം ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു? സരസ്വതി ദേവിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ CGL എക്സാമിന്റെ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ SSC വരാൻ പോകുന്ന CGL, CHSL, MDS, അതുപോലെ തന്നെ SSCയുടെ എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ SSC റെഗുലർ ബാച്ചസും അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും, പ്രോപ്പർലി കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്. സോ നിങ്ങളുടെ പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തു തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോപ്പർലി നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. പഠിത്തത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. എടാ, ഇത് കൂടാതെ നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സ്, അത് കൊല്ലം, കൊട്ടാരക്കര, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, തൃശ്ശൂർ, ഈ 5 സ്ഥലങ്ങളിൽ ഓഫ്ലൈൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്. വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് പഠിച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നവർക്കായിട്ട് പ്രോപ്പർലി ഓഫ്ലൈൻ സെന്റേഴ്സും ഞാൻ ഈ പറഞ്ഞ 5 സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. സോ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരാൻ പോകുന്ന സെക്ഷനിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.